സംഘപരിവാറിൻ്റെ അക്രമി സംഘമുണ്ട്. ആ അക്രമി സംഘം ഒരു കാരണമുണ്ടാക്കി തെരുവിലിറങ്ങി നിങ്ങളെ കൊല്ലാൻ നിൽക്കുകയാണ്. ഒന്നുകിൽ അവർ സംസ്ഥാനത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരും. അതിൻ്റെ പേരിൽ നിങ്ങളെ പിടിക്കും, ഇടിക്കും, ചിലപ്പോൾ ജയിലിലിടും, കൊല്ലും. അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാക്കും, ഇടിക്കും, നിങ്ങളെ കൊല്ലും. അതും അല്ലെങ്കിൽ അവർ ഗോവധ നിരോധനം പോലുള്ള സംഗതി കൊണ്ടുവരും, അല്ലെങ്കിൽ കാലി സംരക്ഷണം കൊണ്ടുവരും, ഇടിക്കും, കൊല്ലും. അപ്പോൾ അതിന് അവർക്ക് ഒന്നിനോടും ഒരു മമതയില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടുമുറ്റത്ത് ഇറച്ചി കൊണ്ട് വെച്ചിട്ട് കേസ് കൊടുക്കാനൊരു യുവാവ് നോക്കിയത്. കാരണം അയാൾക്ക് ഒന്നിനോടും മമതയില്ല. അവർ കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വേണമെങ്കിലും മോശം സംഗതികൾ ചെയ്ത് സംഘർഷം ഉണ്ടാക്കും. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. സംഘപരിവാറിൻ്റെ ആശയ തലച്ചോറുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ ഇത്തരം ക്യാമ്പയിനുകൾ കൊണ്ട് തുറന്നു കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്കറിയാമല്ലോ, അവർക്ക് പശുവിനോടൊരു സ്നേഹവുമില്ല. എന്ത് സ്നേഹം? നൂറുകണക്കിന് പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയ അജ്ഞൂസ് പറഞ്ഞു. അതുകൊണ്ട് അവർക്കൊരു സങ്കടമുണ്ടോ? അവർ പശുവിനെ ഉപയോഗിക്കുന്നത് നിങ്ങളെ കൊല്ലാനാണെന്ന്, നിങ്ങളെ ഇടിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നിങ്ങളെ ഇടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പശുവും കൂടി ചത്താലും അവർക്കൊന്നുമില്ല. കാരണം അവർക്ക് വേണ്ടത് പശു എന്ന സംഗതി നിങ്ങളെ കൊല്ലാനുള്ള സാധനം. അവർക്ക് അതിനോട് യാതൊരു ഇമോഷനുമില്ല. ഇമോഷനുള്ള മനുഷ്യന്മാർ കാണും, പശുവിനെ വളർത്തുന്നവർ, പശുവിനെ ശരിക്കും ദൈവമായി കാണുന്നവരൊക്കെ ഇന്ത്യയെ കാണും. സംഘപരിവാറിന് അങ്ങനത്തെ ഇമോഷൻസ് ഇല്ല. അതിന് ആരാധനാലയങ്ങളോടും ഇമോഷനില്ല, പശുവിനോടുമില്ല, ഒരു ബിംബത്തോടുമില്ല. അവർക്കെല്ലാം ടൂളാണ്. എന്തിന്? ദലിതനെ ആക്രമിക്കാൻ, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ, ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ടൂളാണ്. അതുകൊണ്ട് ഇമോഷണലി ഇതൊന്നവരെ ബാധിക്കില്ല. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മുസ്ലിങ്ങൾ തന്നെയും എന്ന് പറയുകയാണ് നമ്മളിതിനെ ദേശീയ മൃഗമാക്കാം. അപ്പോൾ ആക്കാം എന്നല്ലേ പറയണ്ടേ? എന്തെല്ലാം നിയമം ഇവിടെ മാറ്റിയവരെ അവർ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞവരാണിവർ. ഇപ്പോൾ പഴയ ഇതിൻ്റെ എല്ലാം പേരുകൾ മാറ്റുന്നവരാണിവർ. ഇവർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. പൗരത്വ നിയമം അതൊക്കെ പോട്ടെ, ഭയങ്കര സങ്കീർണമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാം. അവർക്കൊരു ഒരു പശുവിനെ ദേശീയ മൃഗമാക്കാനാണ് പാട്. ദേശീയ മൃഗമാക്കിയാലുള്ള ഒന്നാമത്തെ കുഴപ്പമെന്ന് ചോദിച്ചാൽ കച്ചവടം നടക്കത്തില്ല. കച്ചവടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ എപ്പോഴും പറയാറില്ല, ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടേഴ്സ് ആരാണ്? ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു മേഖലയാണത്. തോലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഏതാണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തോൽ എക്സ്പോർട്ട് ചെയ്യുന്ന, ലെതർ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ 10-50 ലക്ഷം ആൾക്കാർ ആ മേഖലയിലൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്ന് പോയാൽ ആരാ നിന്ന് പോകുന്നത്? തൊഴിലാളികളുടെ പണി പോട്ടെ, പോകാമെന്ന് വെക്കാം. പക്ഷേ അതിനെല്ലാം ഉടമകൾ വൻകിട കോർപ്പറേറ്റുകളോ വൻ മുതലാളിമാരോ ആണ്. അവരെല്ലാവരും ഭരണകൂടത്തിൻ്റെ ബന്ധുക്കളാണ്. അതുകൊണ്ട് നിർത്താൻ പറ്റുമോ?